ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ആർ കെ ജൂനിയർ. NMMS എക്സാമിനേഷൻ 8ാം ക്ലാസ് പഠിക്കുന്ന മക്കളുടെ ഈ വർഷത്തെ വലിയൊരു സ്വപ്നമായിരിക്കും ഈ NMMS എക്സാം നേടുക എന്ന് പറയുന്നത്, അല്ലെ? നമുക്കറിയാം NMMS എക്സാമില് സിലബസ് ആയിട്ട് ഉണ്ടാവുക 2 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഉണ്ടാവുക, അല്ലെ? 2 സെറ്റ് പേപ്പർ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. ഒന്ന് സാറ്റും ഒന്ന് മാറ്റും. നമുക്കറിയാവുന്ന ഒരു കാര്യമാണിത്. അതിൽ സാറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നിങ്ങൾക്കറിയാം, സാറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ സോഷ്യലും കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും മാത്സും എല്ലാം കൂടെ ചേർത്ത് 90 മാർക്കിന് ചോദ്യം ചോദിക്കുന്ന സാറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. ആ സെക്ഷനിൽ നിന്ന് 1.5 മണിക്കൂറിനാണ് എക്സാം ഉണ്ടാവുക. 90 ചോദ്യങ്ങളും 90 മിനിറ്റുമാണ് എക്സാം എഴുതാനുണ്ടാവുക. അത് കഴിഞ്ഞാലുള്ള മാറ്റ്, മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ആയ മാറ്റിന് 90 മാർക്കിനാണ് പരീക്ഷ. ആ ഒരൊറ്റ സബ്ജക്ട് അല്ലെങ്കിൽ ഒരു ഒറ്റ പേപ്പർ 90 മാർക്കിനാണ്, അതും 1.5 മണിക്കൂർ എക്സാം ആണ് ഉണ്ടാവുക. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാറ്റ് മെന്റൽ എബിലിറ്റി ടെസ്റ്റിൽ എന്തൊക്കെയാണ് നമുക്ക് സിലബസ് ആയിട്ട് പഠിക്കാനുള്ളത്, ഏതൊക്കെ ടോപ്പിക്കുകൾ പഠിച്ച് നിങ്ങൾ എക്സാം പ്രിപ്പയർ ചെയ്ത് അടിപൊളിയായിട്ട് പോയി എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് മീൻസ് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ എത്രത്തോളം ടോപ്പിക്കുകൾ നിങ്ങൾ കവർ ചെയ്യണം, അതാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. സിലബസ് എന്തിന്റെ സിലബസാ? മാറ്റിന്റെ സിലബസ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ആണ്, മാത്തമാറ്റിക്സ് അല്ല പറയുന്നത്. സാറ്റ് എന്ന് പറയുന്ന പേപ്പറിന്റെ അകത്തൊരു മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട്. നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ 7ലും 8ലും ഒക്കെ ആയിട്ട് പഠിച്ച കുറെ മാത്സ് വരുന്ന ഭാഗം ഇതല്ല. ഇത് മെന്റൽ എബിലിറ്റി ടെസ്റ്റ്, നിങ്ങളുടെ ജസ്റ്റ് ലോജിക് ടെസ്റ്റ് ചെയ്യാൻ, എന്താ പറയാ, നമ്മുടെ ലോജിക്കൽ സ്കില്ല് ടെസ്റ്റ് ചെയ്യുന്ന സാധനം അല്ലേ, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉണ്ടാവുക. കറക്റ്റ് നമുക്ക് ഏതൊക്കെയാണ് സിലബസ് വൈസ് ഉണ്ടാവുക നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേഗം നോക്കാവേ. നിങ്ങൾ അങ്ങനെ സിലബസ് മനസ്സിലാക്കി പഠിക്കുന്ന സമയത്തെ നമുക്ക് അറിയുള്ളൂ ഇതൊക്കെ നമുക്ക് കവർ ചെയ്യാനുള്ളതാണ്, ഇതൊക്കെ പഠിച്ച് ഇതിൽ നിന്ന് ഓരോ ടോപ്പിക്കിൽ നിന്നും ഇത്രത്തോളം ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കണം. അങ്ങനെ നമുക്കൊരു ധാരണ ഉണ്ടാവണമെങ്കിൽ ഏതൊക്കെയാണ് സിലബസിൽ ആ കണ്ടന്റ് ഏതാണെന്ന് അറിയണ്ടേ. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നമ്മുടെ കോണ്ടന്റ്സ്. ഫസ്റ്റ് വൺ, സീരീസ്, ശ്രേണികളായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. പാറ്റേൺ ഒക്കെ തന്നിട്ട് അടുത്ത ലൈൻ അല്ലെങ്കിൽ അടുത്ത ടേം ഏതാ, അടുത്ത പദം ഏതാ, അങ്ങനെ പൂരിപ്പിക്കുന്ന രീതിയിലുള്ള സീരീസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ കൂട്ടത്തിൽ ഫസ്റ്റ് വൺ ആയിട്ട് പറയുന്നത് കേട്ടോ. രണ്ടാമത്തെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കോഡിംഗ് ഡീകോഡിംഗ്. ഓരോരോ കോഡിംഗ് ഡീകോഡിംഗ്, കോഡുകൾ വെച്ചിട്ട് ഇന്ന ആളെ ഇന്നത് കൊണ്ട് കോഡ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ എന്തുകൊണ്ട് കോഡ് ചെയ്യും, ആ രീതിയിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ എക്സാം ഒക്കെ ഇങ്ങനത്തെ കോമ്പറ്റീറ്റീവ് എക്സാമുകളൊക്കെ ചെറിയ രീതിയിലൊക്കെ ചെയ്ത് പഠിച്ച ആളുകൾ, നിങ്ങൾ 7ാം ക്ലാസ്സിൽ USS ഒക്കെ എഴുതിയ മക്കളാണെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് പരിചയം ഉണ്ടാവും. കോഡിംഗ് ഡീകോഡിംഗ്. പിന്നുള്ളത് അനലോഗി ക്വസ്റ്റ്യൻ ആണ്, സമാന ബന്ധം. അതായത് ഒരു റിലേഷൻ അവർ തന്നിട്ടുണ്ടാവും, ആ ബന്ധം മനസ്സിലാക്കി മറ്റേ ഭാഗം നിങ്ങൾ പൂരിപ്പിക്കുന്ന രീതിയിൽ. മൊത്തം നമ്മുടെ ലോജിക്കാണ് ടെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു മെന്റൽ എബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. ആ പേര് പോലെ തന്നെയാണ് സംഭവിക്കുന്നത്. ഫോർത്ത് ടോപ്പിക് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഓഡ് മാൻ ഔട്ട്. നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പരിപാടി അല്ലേ, ഒറ്റയാനെ കണ്ടെത്തുക എന്ന് പറയുന്ന പരിപാടി. അതാണ് നമ്മുടെ 4ാമത്തെ ടോപ്പിക് ആയിട്ട് നമ്മൾ ഈ മെന്റൽ എബിലിറ്റി ടെസ്റ്റിൽ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ടോപ്പിക് വൈസ് ആയിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകളും കറക്റ്റ് ആയിട്ട് റെക്കോർഡിംഗ് സെക്ഷൻസും എല്ലാം ഉണ്ടാവും. നിങ്ങൾ കറക്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യുക. പുതിയ ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് വെക്കുക. ബെല്ലൈക്കണൊക്കെ ഞെക്കി വെച്ചാലേ കറക്റ്റ് നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണേ. റെഡി. നെക്സ്റ്റ്, വേർഡ് ഫോർമേഷൻ, വാക്കുകളുടെ രൂപീകരണം. വേർഡ് ഫോം ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ടോപ്പിക്കിൽ പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ അടിച്ചുപൊളി ടോപ്പിക്കുകൾ ഉണ്ട്. ടോപ്പിക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറെ രസകരമായ ടോപ്പിക്കുകളാണ്. റാങ്കിങ്, സ്ഥാനനിർണയം, റാങ്ക് കൊടുക്കുക. ഇത്ര മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ റാങ്ക് ചെയ്യുക, അല്ലെങ്കിൽ ഹൈറ്റിന്റെ അടിസ്ഥാനത്തിൽ മുന്നിന്ന് ബാക്കോട്ടേക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇത്രാമത്തെ ആള് അത്രാമത്തെ ആൾ എന്നൊക്കെ പറഞ്ഞ രസകരമായ ചോദ്യങ്ങൾ വരാൻ പറ്റിയ സ്ഥലമാണ് ഈ റാങ്കിങ്. ഡയറക്ഷൻ ടെസ്റ്റ്, ദിശാബോധ പരിശോധന എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരു സാമ്പിൾ പറഞ്ഞാൽ, അപ്പു രാവിലെ തന്നെ സൈക്കിളുമായി വടക്കോട്ടേക്ക് 10 മീറ്റർ സഞ്ചരിച്ചു, പിന്നെ അവിടുന്ന് കിഴക്കോട്ടേക്ക് ഇത്ര പോയി, തെക്കോട്ടേക്ക് ഇത്ര പോയി, അവസാനം അപ്പു എവിടെയോ ഒന്ന് എത്തി. ലാസ്റ്റ് ആദ്യം നിന്ന സ്ഥലവും ഇപ്പം നിൽക്കുന്ന സ്ഥലവും തമ്മിലുള്ള ആ ദൂരം എത്ര, അല്ലെങ്കിൽ ഏത് ദിശയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഈ രീതിയിൽ നല്ല ട്രിക്കി ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാൻ പറ്റിയ ഒരു സ്ഥലമാണിത് ഡയറക്ഷൻ ടെസ്റ്റ്. പക്ഷെ ഒരു പ്രശ്നവുമില്ല, നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യും, ക്ലിയർ ചെയ്യും, ഒക്കെ സൂപ്പർ ആയിട്ട് പഠിക്കും കേട്ടോ. പസിലുകൾ, പല വെറൈറ്റി ടൈപ്പ് പസിലുകൾ. നിങ്ങൾ ചെറിയ ബാലരമയിലും കളിക്കുടുക്കലും ഒക്കെ ഇങ്ങനെ പസിലുകളൊക്കെ ചെയ്ത് സോൾവ് ചെയ്തിട്ടുണ്ടാവില്ല മക്കളെ. കുഞ്ഞു പസിൽസ് ആണ്, രസകരമായ പസിൽസ് ആയിരിക്കും. ടൈം ആൻഡ് ഡേറ്റ്, സമയവും തീയതിയും നല്ലൊരു ടോപ്പിക്കാണ്. ടൈം ആൻഡ് ഡേറ്റ്, അതായത് ഇന്നിപ്പം എത്രയാ, 2026 ജൂലൈ മാസം 4ാം തീയതി. ഇന്നിപ്പം ഏതാ നമ്മുടെ ദിവസം? ശനിയാഴ്ച. അങ്ങനെയാണെങ്കിൽ 1996 ജനുവരി അല്ലെങ്കിൽ മാർച്ച് ഇത്രാമത്തെ ദിവസം ഏതായിരുന്നു തീയതി, ഏതായിരുന്നു അന്നത്തെ ഡേറ്റ്? തിങ്കളായിരുന്നോ, ചൊവ്വയായിരുന്നോ, ബുധനായിരുന്നോ? ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കും.
അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് പണ്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്ന ഏതോ ഒരു വർഷത്തിലെ ഏതോ ഒരു മാസത്തിലെ ഏതോ ഒരു ദിവസം അല്ലെങ്കിൽ ഏതോ ഒരു ഡേറ്റ് അത് ഏത് ദിവസമാണെന്നൊക്കെ നമ്മളോട് കയറി ചോദിക്കും. എങ്ങനെ അത് ട്രിക്ക് ഒക്കെ വെച്ച് കണ്ടുപിടിക്കാം ഒക്കെ നമുക്ക് ഡീൽ ചെയ്യണം. ടൈം ആൻഡ് ഡേറ്റ് എന്ന് പറയുന്ന അടിച്ചുപൊളി ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ട്. അതിനുശേഷമുള്ള ഒരാളെ കണ്ടുവച്ചോ, ബ്ലഡ് റിലേഷൻ, രക്തബന്ധങ്ങൾ. നല്ല രസമുള്ള ക്വസ്റ്റ്യൻ. അതായത് അമ്മു ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതെന്റെ അമ്മയുടെ ചേട്ടന്റെ ചേച്ചിന്റെ വല്യച്ഛന്റെ മോളുടെ മോനാണ്. മീൻസ് അങ്ങനെയല്ല ചോദ്യം ഉണ്ടാവുക, ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞാണ്. ഈ രീതിയിൽ ഒരാളെ ചൂണ്ടിക്കൊണ്ട് ഒരാൾ ഇന്നതൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് അവസാനം ചോദിക്കും അയാൾ ഇയാളുടെ ആരാണ്. ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചു പോകും, നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കണം ഇവര് തമ്മിലുള്ള റിലേഷൻ എന്താണ്, രക്തബന്ധം. നിങ്ങൾ ഈ കല്യാണ വീടുകളിലൊക്കെ പോകുന്ന സമയത്ത് വീട്ടുകാർ നമ്മളെ പരിചയപ്പെടുത്തൂലേ, മോനെ ഇങ്ങോട്ട് വാ, അല്ലെങ്കിൽ ഒരു ചേച്ചി വന്ന് ചോദിക്കില്ലേ, മോളെ എനിക്ക് എന്നെ ഓർമ്മയില്ലേ എന്ന് ചോദിക്കില്ലേ. ആർക്കും ഓർമ്മ ഉണ്ടാവും, മറന്നുപോയിണ്ടവര്. അപ്പൊ നമ്മള് ഓർമ്മണ്ട് ചോദിച്ചാ പെട്ട്. അതേ അവസ്ഥ തന്നെ. കറക്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം ഇവര് തമ്മിലുള്ള റിലേഷൻ എന്താ. ഇത് അമ്മയുടെ കുടുംബത്തിലുള്ള ആളാണോ അല്ലെങ്കിൽ അച്ഛന്റെ കുടുംബത്തിലുള്ള ആളാണോ, ആരാണ്, അമ്മാവനാണോ അമ്മായിയാണോ, ആരാണ്, എന്താണ്. ആ ടൈപ്പ് ചോദ്യങ്ങളാണ് ഈ ബ്ലഡ് റിലേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഉണ്ടാവുക. പഠിക്കണം, ചെയ്യണം. ചെറിയ രീതിയിലൊരു ഗ്രാഫ് ഒക്കെ വരച്ച് ചെറിയൊരു ഫാമിലി ട്രീ ഒക്കെ വരച്ച് നോക്കിയാൽ പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. പിന്നെ പ്രോബ്ലം ഫിഗേഴ്സ്, കുറച്ച് ചിത്രങ്ങൾ തന്നിട്ട് ഒരു 3 പിക്ചർ അവർ തരും, എന്നിട്ട് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ആൻസർ ഫിഗർ അവർ തരും. നിങ്ങൾ അത് കണ്ടുപിടിക്കണം. കുറെ ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ശരിയായ ആൻസർ ഏതാന്ന് കണ്ടുപിടിക്കുന്ന രീതിയിൽ അങ്ങനെ ഫിഗർ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും. ഇങ്ങനെ 11 ടോപ്പിക്കുകൾ നമുക്ക് ഈ മെന്റൽ എബിലിറ്റി ടെസ്റ്റിൽ നമ്മൾ ഡീൽ ചെയ്യും കേട്ടോ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഓരോ ടോപ്പിക് എടുക്കുന്ന സമയത്തും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വൃത്തിക്ക് പഠിക്കുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. കറക്റ്റ് നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ആ സമയത്ത് നിങ്ങളും എല്ലാ കാര്യങ്ങളും കറക്റ്റ് അപ്ഡേറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എല്ലാ നോട്ടിഫിക്കേഷനും നോക്കുക, എന്തൊക്കെയാണ് വരുന്നത്, പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക, കറക്റ്റ് ആയിട്ട് പഠിക്കുക, നല്ലതുപോലെ വർക്ക്ഔട്ട് ചെയ്യാം. NMMS നമുക്ക് സിമ്പിൾ ആയിട്ട് നേടാം. ഓക്കെ മക്കളെ, സീ യു പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.